ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് ഒരു അടിപൊളി പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. വിക്രവും വേദയും കൂടെ തിരികെ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ ഞെട്ടുന്നുണ്ട്. അതിനുശേഷം വേദ വന്നു കഴിഞ്ഞാലേ ആ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നുണ്ട്. വള മോഷ്ടിച്ച ആളെ തന്നെ അവർ കണ്ടുപിടിക്കുകയാണേ. വള മോഷ്ടിച്ചാണോ ഇനി അത് വേദ എല്ലാ സത്യങ്ങളും പറയുന്നതാണോന്ന് അറിയില്ല. എന്തായാലും വിനായകനിട്ട് നല്ലൊരു തല്ല് മാഷ്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ വിനായകൻ തന്നെ ആയിരിക്കാം അത് മോഷ്ടിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വരുണുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ശ്രീകാന്ത് അറിയണേ. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ അതിനെ വളച്ചൊടിച്ച് വിക്രവും വരുണും കൂടെ ചേർന്ന് അവരുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ ശങ്കരനാരായണന്റെ അടുത്ത് ചെന്ന് പറയണേ. അങ്ങേരാണെങ്കിൽ ഇത് കേട്ടതും ആകെ ഞെട്ടിപ്പോവും. വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങേരുടെ മനസ്സെല്ലാം മാറ്റിമറിക്കുകയാണ് ശ്രീകാന്ത് ചെയ്യുന്നത്. ശേഷം അപ്പം തന്നെ ശങ്കരൻ വേദയെ കാണണമെന്ന് പറയും. ചില കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന്. വിക്രവും വേദയും സംസാരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത്. അച്ഛൻ എന്തിനായിരിക്കും വിളിച്ചതെന്നറിയാതെ ഒരു ടെൻഷനിലാണ് വേദ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വേദ പിറ്റേ ദിവസം ശങ്കരനെ കാണാൻ ചെന്നിരിക്കണേ. അവിടെ വെച്ച് വിക്രം വരുണും കൂടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദീപ്തിയെ പ്രണയിക്കുന്നതെന്ന്, അത് ചതി മാത്രമാണെന്നും എനിക്ക് മനസ്സിലായി. നിന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നീയും സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാൻ പോവാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. വേദ പറയാൻ നിൽക്കുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാതെയാണ് ശങ്കരൻ അവിടുന്ന് പോകുന്നത്. വേദയ്ക്ക് ഇതിൽ നല്ല സങ്കടമുണ്ട്. പിന്നീട് സംഭവിക്കുന്ന എന്തോ കാര്യത്തിൽ വിക്രം വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഇതേ സമയം വേദ ഇങ്ങനെ വാഷ്റൂമിൽ ചെന്ന് പൊട്ടിക്കരയാണ്. അവർ രണ്ടുപേരും ഇപ്പം എന്തിനാ കരയുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും വേദ വിക്രമിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള വാശിയിൽ തന്നെയാണ് വേദ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്